ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ള എൻ്റെ ഹെയർ കെയറും സ്കിൻ കെയറും പിന്നെ കുറച്ച് ക്ലീനിങ്ങോടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിക്കിയുടെ കുറച്ച് കുഞ്ഞുടുപ്പും ടർക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ല മാത്രം എടുത്ത് കഴുകി വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുടിക്കാൻ മറന്നു പോയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതങ്ങ് കുടിച്ചു. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ ഹെയറോ സ്കിന്നോ ഒന്നും അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുമാത്രമല്ല, സ്കിന്ന് ഭയങ്കര ക്ലിയർ സ്കിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യമാണ് ഫുള്ള് കുരുവും പാടും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് കെയർ കൊടുക്കണമെന്നുള്ളൊരു ചിന്ത വന്നതുപോലും അതുകൊണ്ടാണ്. ആദ്യം തന്നെ ഓയിലൊക്കെ തേച്ച് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണയാണ്. അപ്പോൾ അത് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു. ചില ദിവസം ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് വേഗം തന്നെ പോയി കുളിക്കും. അമ്മ വന്നതിന് ശേഷം കേട്ടോ മിക്ക ദിവസവും സ്കാൽപ്പിലൊക്കെ ആണെങ്കിൽ നന്നായി മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിക്കാറ്. അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി അത് നന്നായിട്ട് തലയിൽ പിടിക്കുന്നവരെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ലതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ കിക്കി ഉണ്ടായി. ഇപ്പോൾ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുഞ്ഞുടുപ്പും ടർക്കി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മിക്കതും നമുക്ക് ഉപയോഗിക്കേണ്ട പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ്ഫുള്ളായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഡെലിവറി ഇടുക്കിയിലായതുകൊണ്ട് അതും കർക്കിടക മാസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടർക്കി വാങ്ങിച്ചു കേട്ടോ. അവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പം അത്യാവശ്യം ആദ്യത്തെ ടൈമിൽ കൊച്ചിനെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ടർക്കിയൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 34 വീക്കായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യലോ ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യം തന്നെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇന്ന് ഹെയർ പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് തലേദിവസം തന്നെ ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഹെയർ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുടി ഒഴിച്ചിലില്ല, കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോസ്റ്റ്പാർട്ടം ഹെയർ ഫാൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ. സ്കിന്നിൽ ഞാൻ കറ്റാർവാഴ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലാട്ടോ. സ്കിൻ കെയർ ചെയ്താലും എനിക്ക് അത്ര വലിയ റിസൾട്ടൊന്നുമില്ല. ഈ പ്രഗ്നൻസിയിലാണ് കളർ പോയി, മുഖത്ത് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കുരുവും പാടും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നന്നായി അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞു കേട്ടോ. ചില ദിവസം ഞാൻ കടലമാവും മഞ്ഞളും തേനും കൂടെയുള്ള പാക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ കറ്റാർവാഴ ജെല്ലാട്ടോ യൂസ് ചെയ്യാറ്. കാരണം ഇതാകുമ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാ ദിവസവും ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കല്ലേ. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഓയിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യും. അതുമാത്രം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സെൽഫ് പാമ്പറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു എനർജിയൊക്കെ വരും. സ്കിന്നിൽ നമ്മൾ പാക്ക് ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ ഒരു ബ്രൈറ്റ്നസ് എന്തായാലും നമുക്ക് തോന്നുമല്ലോ. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ കാണുമ്പോഴത്തേനും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. പരമാവധി ഞാൻ ആക്റ്റീവായിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും മനസ്സിൻ്റെ സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.